ഓം നമോ ഭഗവതേ വാസുദേവായ. നമസ്തേ സജ്ജനങ്ങളെ. അനന്തപുരിയിലെ വിവിധ ക്ഷേത്രങ്ങളെക്കുറിച്ചും ക്ഷേത്രങ്ങളിൽ നടക്കുന്ന ഉത്സവങ്ങളുടെയും ആചാര അനുഷ്ഠാനങ്ങളുടെയും ഭക്തി നിർഭരമായ ചടങ്ങുകളെ ജനഹൃദയങ്ങളിൽ എത്തിക്കുന്ന ഹരിപ്രിയ പ്രൊഡക്ഷൻസ് ഇന്ന് ഭക്തി നിർഭരമായ നാരായണീയ പാരായണോത്സവത്തിൻ്റെ വീഡിയോയിലേക്ക് സജ്ജനങ്ങളെ സ്വാഗതം ചെയ്യുന്നു. അഖില ഭാരത നാരായണീയം തിരുവനന്തപുരം ജില്ലാ സമിതിയുടെ ആഭിമുഖ്യത്തിൽ 2024 മാർച്ച് 3-ാം തീയതി തിരുവനന്തപുരം ആനയറ വെൺപാലവട്ടം ദേവീക്ഷേത്രത്തിൽ വച്ച് സാന്ദ്രാനന്ദ ദിനോത്സവം എന്ന പേരിൽ നടക്കുകയുണ്ടായി. രാവിലെ 6 മണി മുതൽ വൈകുന്നേരം 6 മണി വരെ നടന്ന നാരായണീയ പാരായണത്തിൽ വിവിധ ഗ്രൂപ്പുകൾ പങ്കെടുക്കുകയും കൂടാതെ വിശിഷ്ട വ്യക്തികളായ ഡോക്ടർ ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി അവർകൾ, ശ്രീ മംഗളം രാമസ്വാമി അവർകൾ, ശ്രീ ചെങ്കൽ സുധാകരൻ അവർകൾ, ഡോക്ടർ പൂജപ്പുര കൃഷ്ണൻ നായർ അവർകൾ, നാരായണീയ രത്നം ശ്രീ ഹരിദാസ് ജി അവർകൾ എന്നിവരുടെ പ്രഭാഷണങ്ങളും തുടർന്ന് ഗോപികാ നൃത്തങ്ങളും നടക്കുകയുണ്ടായി. ഇവിടെ നടന്ന പരിപാടിയുടെ പ്രസക്ത ഭാഗങ്ങളെ സമന്വയിപ്പിച്ചുകൊണ്ട് ഹരിപ്രിയ പ്രൊഡക്ഷൻസ് ഈ വീഡിയോ ഭക്തി പുരസ്സരം ഭഗവത് തൃപ്പാദങ്ങളിൽ സമർപ്പിച്ചുകൊള്ളുന്നു. ഈ വീഡിയോയുടെ 1-ാം ഭാഗം ഇവിടെ അവസാനിക്കുന്നു. ശേഷം 2-ാം ഭാഗത്തിൽ കാണാവുന്നതാണ്. സാന്ദ്രാനന്ദ ദിനോത്സവത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഭഗവത് നാമമായ ഓം നമോ ഭഗവതേ വാസുദേവായ എന്ന ദിവ്യനാമം കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കുക. ഈ വീഡിയോ ഷെയർ ചെയ്യുന്നത് വഴി ശ്രീ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹ കൃപാകടാക്ഷം ലഭിക്കുമാറാകട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി ഹരിപ്രിയ പ്രൊഡക്ഷൻസിന് വേണ്ടി ഞാൻ ഹരിപ്രിയ രാജ്കുമാർ. നന്ദി, നമസ്കാരം. ലോകാ സമസ്ത സുഖിനോ ഭവന്തു. കിട്ടിയാ ഞാൻ വീഡിയോ എടുത്തു. സ്വരൂപവർണ്ണനം. ഏവം ചതുർദശ ജഗന്മയതസ്യ പാതാളമീശ തവ പാദതല സത്യം ഏവം ജഗന്മയതനോ ജഗദാസ്തൈരവേ അന്യ ശിവ നാരായണ 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 നാരായണ. ദശകവേഴ് രമോന്റെ ദിവസം വൈകുണ്ഠ ദർശനവും. ഏവം ഏവം ദേവ സ്വയം
നാരായണീയ സമിതി അംഗങ്ങൾ പാരായണം ചെയ്യുകയാണ്. ദശകം 16 മുതൽ 30 വരെ.
അമേജം പത്മനാഭം സുരേശം വിശ്വാധാരം ഗഗനസദൃശം മേഘവർണം ശുഭാംഗം ലക്ഷ്മീകാന്തം കമലനയനം യോഗിഹൃദ്ധ്യാനഗമ്യം വന്ദേ വിഷ്ണു ഭവഭയകരം സർവലോകൈകനാഥം. മഹത്തമായ ഒരു കാര്യമാണ് നമ്മൾ നിർവഹിച്ചു പോകുന്നത്. ശ്രീനാരായണ മഹാഭാഗവതം എന്ന ഉണ്ടാക്കാനായൊരു ശ്രമം പാരായണ സമിതികൾ നടത്തുന്നത് ഏറ്റവും ശ്രേഷ്ഠമായ ഈശ്വര പൂജയാണെന്ന വിശ്വാസം എനിക്കുണ്ട്. ശ്രീ ഹരിദാസ്ജിയുടെ നേതൃത്വത്തിൽ ഇന്ന് കേരള മഹാസകലം ഒരുപക്ഷെ പുറത്തും അനവധി ശിഷ്യഗണങ്ങളിലൂടെ ഈ പാരായണത്തിൻ്റെ നിരന്തര പ്രവാഹം നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് അത്യപൂർവവും ശ്രേയസ്കരവുമായ കാര്യമാണ്. അതിലേക്ക് ഓരോരുത്തരും പങ്കുചേരുന്നു എന്നുള്ളത് വളരെ വിശിഷ്ടമായ കാര്യവുമാണ്. എനിക്ക് ആമുഖമായി പറയാൻ അതല്ലാതെ അകത്ത് കയറി പറയാൻ സമയമില്ലാത്തത് കൊണ്ട് തീർച്ചയായും നാരായണീയ മാഹാത്മ്യത്തിൻ്റെ ചില ഭാഗങ്ങളെങ്കിലും സ്പർശിക്കാതിരിക്കുന്നത് ശരിയല്ല എന്നതിനാണ്. ദീർഘകാലം ഇതിനെ പാരായണം ചെയ്യാനും ചിലത് ചിന്തിക്കുവാനുമൊക്കെ അവസരം കിട്ടിയ ഒരാൾ എന്ന നിലയിൽ നമ്മുടെ ജീവിതത്തിൻ്റെ ദൈനംദിന ചിട്ടയാർന്ന ഘട്ടങ്ങളിലൊക്കെയും നാരായണീയത്തിൻ്റെ സ്വാധീനം ഉണ്ടാകണം എന്നാണ് എനിക്ക് ആദ്യമേ പറയുവാനുള്ളത്. ഈ വിശ്വത്തിൻ്റെ ഈ പ്രപഞ്ചത്തിൻ്റെ മുഴുവൻ രോഗപരിഹാരാർത്ഥമായി വിരചിതമായിരിക്കുന്ന കൃതി നമ്മൾ കേൾക്കും പോലെ നാരായണ ഭട്ടതിരിയുടെ വാതരോഗശമനത്തിനായുള്ള ഒരു പ്രാർത്ഥന എന്ന ചുരുങ്ങിയ അർത്ഥത്തിലല്ല നമ്മൾ കാണേണ്ടത്. പ്രതീകാത്മകമായ ഒരു ഐതിഹ്യമാണ്. പ്രതീകാത്മകമായ എന്ന് ഞാൻ പറയാൻ കാരണം ഉദ്ദേശിച്ചിരിക്കുന്ന വാതരോഗവും അത് ശമിപ്പിക്കുവാനുള്ള ഒരു മണ്ഡലക്കാലത്തെ വ്രതന്നോറ്റിരിക്കലും അക്കാലത്ത് തനിക്ക് തോന്നിയ വിധത്തിലുള്ള ശ്രേഷ്ഠ രചനാ സമ്പ്രദായം തുടങ്ങിയതും ബാഹ്യമായി നമുക്കറിയുവാനുള്ള ഐതിഹ്യം എന്ന നിലയിൽ നമ്മൾ കണ്ടാൽ മതി. അപ്പുറം തനതായുണ്ടായ ഒരു രോഗത്തിൻ്റെ ശമനത്തിനായുള്ളതല്ല, ലോകത്തിൽ വന്നു ചേർന്നിരിക്കുന്ന സംസാര രോഗത്തിൻ്റെ ഏറ്റവും വലിയ പീഡകളെ അകറ്റുവാനുള്ള ഔഷധം എന്ന നിലയ്ക്കാണ് ഈ കൃതി എന്ന ഔഷധം നിർമ്മിച്ചതിൻ്റെ പ്രത്യേകത ശ്രദ്ധിക്കേണ്ടത്. അത് നിർമ്മിക്കുവാനൊരുമ്പെട്ട ലോക വൈദ്യനായ വൈദ്യനാഥൻ്റെ അനുഗ്രഹത്തെ നമ്മൾ ശ്രദ്ധിക്കണം. തർക്ക വിതർക്കങ്ങളിൽ ഇടപെടുന്നത് കാണുമ്പോൾ ഏകം സത് വിപ്രാവിധാവതന്തി എന്നുള്ള ആമ്നായ സാരം ഉൾക്കൊള്ളുമ്പോഴും വൈഭിന്യങ്ങളുടെ വിഭാഗീയതകളുടെ ഒക്കെ രംഗങ്ങൾ കാണുമ്പോൾ, കീറി മുറിഞ്ഞു പോകുന്ന ഐകമത്യം കാണുമ്പോൾ, വളരെ ദാരുണമായ മുറിപ്പാടുകൾ ഏൽക്കുന്ന ആളുകളുടെ വാക്കുകളും വൃത്തിയും കാണുമ്പോൾ, ഈ സമൂഹത്തിൻ്റെ ഇന്നത്തെ വ്രണിച്ച ജീവിതത്തിൻ്റെ ദോഷങ്ങൾ കാണുമ്പോൾ നാം അറിയാതെ വിചാരിച്ചു പോകുന്നു, കാലങ്ങൾ എത്രയായി നമ്മൾ അധ്യാത്മരംഗത്ത് പ്രവർത്തിക്കുന്നു, ആധ്യാത്മികമായ കാര്യങ്ങൾ ഘോഷിക്കുന്നു, പാരായണ പ്രവചന പ്രഭാഷണങ്ങൾ നടക്കുന്നു, അവയിൽ നിന്നൊക്കെയും നമ്മൾ ശ്രോതാക്കളായിരിക്കുന്നു. ഈ ശ്രോതൃത്വത്തിനപ്പുറം അകത്തേക്ക് ഇതിനുള്ള ആന്തരിക സത്ത ഇറങ്ങി ചെല്ലുന്നു എന്നത് നമ്മൾ നിരീക്ഷണപൂർവ്വം ശ്രദ്ധിക്കേണ്ട കാര്യമാണെന്നാണ് എൻ്റെ അപേക്ഷ. ആരോടും ചോദിക്കേണ്ട, സ്വയം ചോദിക്കേണ്ട കാര്യങ്ങളാണ്. സാന്ദ്രാനന്ദ അവബോധാത്മക അനുപമിതമായ ഒരു ദൃശ്യം നമ്മുടെ മുമ്പിലിരിക്കെ ആകുന്ന കതിരുകളെല്ലാം നമ്മുടെ അന്തരങ്ങളിൽ ഉള്ളറകളിലേക്ക് പ്രവേശിക്കുന്ന വർഷം നമുക്കുണ്ടാകേണ്ടുന്ന മനോജ്ഞമായ മസൃണമായ അകക്കുളിർമ അനുഭവപ്പെടുന്നുണ്ടോ എന്നത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. വിൽക്കപ്പെടുമെന്ന് എഴുതി വയ്ക്കാത്ത ബോർഡുകൾ വായിക്കാൻ പറ്റുന്ന കാലത്താണ് നമ്മൾ
ജീവിക്കുന്നത് എന്ന് പറഞ്ഞാൽ അർത്ഥം മനസ്സിലായിട്ടാണ് നിങ്ങളായതുകൊണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു. അങ്ങനെ യാന്ത്രികമായ ഒരു പാരായണ പഠന സമ്പ്രദായങ്ങൾ മാത്രം നിൽക്കുന്നത് കൊണ്ട് പുരപ്പുറത്ത് വീഴുന്ന മഴത്തുള്ളി അകത്തേക്കിറങ്ങി വരാതെ പോലെ ശ്രേഷ്ഠമായ വൈദിക ഗ്രന്ഥങ്ങളും അനുബന്ധ ഉപജീവ്യ കൃതികളുമൊക്കെ ധാരാളം ഉണ്ടെങ്കിൽ പോലും അവയുടെ ആന്തരിക സത്തയ്ക്ക് നമ്മുടെ അകങ്ങളിലേക്ക് ഇറങ്ങുവാനുള്ള അവസരം കുറഞ്ഞു പോകുന്നു എന്നാണ് എനിക്ക് ഉള്ള അവിടങ്ങളിൽ ഞാനിവിടെ അത് സൂചിപ്പിക്കാൻ കാരണം ഏകതയോടെ ഐക്യത്തോടെ ഒരേ സ്വരത്തിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു എനിക്ക് തന്നിരിക്കുന്ന സമയം 30 മിനിറ്റാണ്. അതുകൊണ്ട് ആ 30 മിനിറ്റിൽ നിർത്തുന്നതിനിടയിൽ ആശങ്കയില്ലാത്ത ഉപാസനയും സാധിക്കണം. ആ ആശങ്ക നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് അപ്പോഴാണ്. അജാതശത്രുവായി നമ്മൾ പരിണമിക്കുമ്പോഴാണ്. അത് നൃത്തം ചെയ്യുന്നത് ഭഗവാൻ കാളിയന്റെ മേൽ നിന്ന് നൃത്തം ചെയ്യുന്ന രംഗം ആ സംഘടിത നാദം നമ്മുടെ ഉള്ളിലേക്ക് ഇങ്ങനെ പ്രതിധ്വനിച്ചു വരണ്ടേ. ആ ഓരോ പത്തിയും കാളിയന്റെ അല്ല തൻ്റെ അഹന്തയാകുന്ന സർപ്പത്തിൻ്റെതാണെന്ന് ഓർമ്മ വരണ്ടേ. അവിടെ അകറ്റേണ്ടത് ആവശ്യമാണ്. ഭഗവത് തത്വം ഉള്ളിൽ ഉറയ്ക്കുമ്പോഴേ അത് സാധിക്കൂ. കേശവന്റെ പാദമുദ്ര പതിയുമ്പോഴേ അത് പറ്റും. കേശവൻ ആരാണ്? ശ്രീകൃഷ്ണൻ അല്ലെങ്കിൽ മഹാവിഷ്ണു എന്നുള്ളൊരു സാമാന്യാർത്ഥം നമ്മൾ എടുക്കും. പോരാ, കേശവേദി ശയനം യസ്യ എന്ന നിർവചനം നമ്മൾ കാണണം. പ്രളയജലത്തിൽ ശവം പോലെ നിശ്ചേഷ്ടനായി ശയിക്കുന്ന മഹാതത്വം. അത് ഈ സംസാരമാകുന്ന പ്രളയജലത്തിൽ ശയിക്കുന്ന ആലിലക്കണ്ണനായ കൃഷ്ണൻ നിറദീപം പോലെ പ്രകാശിക്കുമ്പോഴാണ് ആ ശയനത്തിന് സുഷ്ടുവായൊരു സ്ഥാനം നമ്മുടെ മനസ്സിലുണ്ടാകുമ്പോഴാണ് നമുക്ക് ഈ ജീവിത യാനത്തെ ശരിയായി നിയന്ത്രിച്ചു കൊണ്ടുപോകാൻ സാധിക്കുന്നത്. ഇത് കേട്ടാൽ വലിയ വിശേഷമാണ്. എന്താണ്? ശ്രീ നാരായണ ഭട്ടതിരി ഒരു അഹന്തക്കാരനാണെന്ന് തോന്നത്തക്ക വിധത്തിലാണ് ഐതിഹ്യം. പൂന്താനത്തിൻ്റെ പ്രഫുല്ലമായ വിശുദ്ധ ഭക്തിയേക്കാൾ പാണ്ഡിത്യ ഭള്ളുള്ള ഒരാളായിട്ട് നാരായണ ഭട്ടതിരിയെ വെച്ചിരിക്കുകയാണ്. നാരായണ ജീവചരിത്രത്തെപ്പറ്റി പഠിക്കാൻ അവസരം കിട്ടിയ ആളെന്ന നിലയിൽ ഇത്രയും വിനയമസ്തനായ ഒരു മഹാത്മാവിനെ നമുക്ക് കാണാൻ സാധിക്കില്ല. പെട്ടപ്പോൾ സംസ്കൃത പണ്ഡിതനായ പൂന്താനം ചൊല്ലിട്ടല്ല മേൽപ്പത്തൂർ ചൊല്ലിയത്രേ ഖിന്നിതമുചിതന്തേ കൈരളി വരാകീയം സന്നത നിരസ്യതയെ സുരവാണിന്തുയ. സംസ്കൃതത്തിൽ ആക്ഷേപം പറഞ്ഞു അത്രേ. നീ എന്താണ് ഒരു പരാഗിയായ നിസാരയായ മലയാള ഭാഷയിൽ എഴുതിയത്? എന്താണ് നീ സംസ്കൃതത്തെ അവഹേളിച്ചത് എന്ന് ധിക്കാരപൂർവ്വം ചോദിച്ചെന്ന്. എന്നിട്ട് പറഞ്ഞു, മറ്റു വല്ലവരെയും കാട്ടിക്കൊള്ളുക ഭാഷാശ്ലോകം. മനസ്സടഞ്ഞ ദുഃഖാകുലനായി പൂന്താനം തൻ്റെ ഗ്രന്ഥക്കെട്ടുമായി പിൻവലിക്കും. പറയുന്ന മേൽപ്പത്തൂരാണെന്ന് ഓർമ്മിക്കുക. സ്വനിർമ്മിതത്വ പ്രണയാവകുന്തിത സ്വകാവ്യദോഷം നബുധോ വിബുദ്ധ്യതേ. അതാണ് അത്ര സൂര്യത്തിൽ നമ്മൾ കേൾക്കുന്ന സപ്താഹത്തിന് വന്ന ഏകാദശ സ്കന്ധം നേരെ കേൾക്കാനൊന്നും നമുക്ക് പറ്റില്ല. ഏകാദശ സ്കന്ധം വരുന്നത് 7-ാം ദിവസം ഉച്ചയ്ക്ക് വരെയുള്ള ഓട്ടവായനയിലാണ്. ഓട്ടവായന രണ്ടർത്ഥത്തിൽ തന്നെ, ഓടിക്കൊണ്ട് ധൃതിയിലെന്നും പൊള്ളയായ എന്നും ഉള്ള അർത്ഥത്തിൽ തന്നെ ഞാൻ പറഞ്ഞത്. അങ്ങനെയുള്ള വായനയ്ക്കിടയിൽ ഇതിൻ്റെ ആശയം പോലും നമുക്ക് ഉൾക്കൊള്ളാൻ വായിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ ഈ പാരായണം ചെയ്ത പല ആളുകളും കാണാതെ പറഞ്ഞത് ഞാൻ അവിടെ ഇരുന്ന് ശ്രദ്ധിച്ചു. അതുപോലെ വളരെ നന്നായിട്ട് ഭാഗവതം മുഴുവൻ കാണാതെ അറിയുന്ന ആളുകൾ തന്നെ, പക്ഷെ കേൾക്കാനിരിക്കുന്ന എല്ലാവരും അങ്ങനെയല്ലല്ലോ. അതിനാൽ അവർക്കും കൂടി ബോധമാകണ്ടേ. പക്ഷെ അതിനവർക്ക് അവസരം കിട്ടുകയില്ല. ഗുഹയ്ക്കകത്ത് പോയ ധാരാളം ആളുകളുണ്ട്. അവരെ കുറിച്ച് നമുക്ക് ഇപ്പോഴും അറിയില്ല, സത്യത്തെ അറിയില്ല. അപ്പോൾ ആത്മജ്ഞാനം പഠിച്ചു ഗുഹയിൽ നിന്ന് പുറത്തു വന്ന വ്യക്തികളിൽ ഒരാളാണ്
ആരും നമ്മുടെ ചെങ്കൽ സുധാകരൻ സാർ. അദ്ദേഹത്തെ ഇവിടെ വന്ന് പ്രഭാഷണം നടത്തി നമ്മളെ അനുഗ്രഹിച്ചതിന് നമ്മൾ അദ്ദേഹത്തെ പ്രസാദം കൊടുത്ത് അദ്ദേഹത്തെ നമ്മൾ ആദരിക്കും. सरस्वती नमस्तुभ्यं वरदे कामरूपिणी विद्यारम्भं करिष्यामि सिद्धिर्भवतु मे सदा. ഈ വരാൻ പോകുന്നത് എന്ത് ചെയ്യാം? നാം ആകെ ഒരു തന്നെ ജനിക്കുന്ന സമയത്ത് എന്തിനു വേണ്ടിയിട്ടാണ് പഠിക്കുന്നത്? എന്തിനു വേണ്ടിയാ? സുധിയെയും വിഷ്ണുവിനെയും എല്ലാം കാണാം. ഇനി കയ്യ് ഇങ്ങനെ ഒന്ന് കൂപ്പി പിടിച്ച് ശിരസിലൊന്ന് വെച്ച്, കയ്യ് എല്ലാവരും ശിരസിലൊന്ന് വെച്ച്, ശിരസിൽ വച്ചിട്ട് എല്ലാവരും ചൊല്ലേണ്ടതായിട്ടുള്ള ഒരു മന്ത്രമുണ്ട്. ചൊല്ലാം. ഓം മേധാമേ വരുണോ ദധാതു മേധാ അഗ്നി പ്രജാപതി മേധാ ഇന്ദ്രശ്ച വായുശ്ച മേധാ ദധാതു മേ സ്വാഹ. എന്താ? ഉത്തമമായ ബുദ്ധി ഉണ്ടാകട്ടെ. ഈശ്വരൻ എനിക്ക് സർവദാ പഠിച്ച വിദ്യയെ വേണ്ട സമയത്ത് തോന്നിപ്പിക്കണം. എനിക്ക് സൂക്ഷ്മമായ ബുദ്ധി ഉണ്ടാകണം. ഇതാണ്. ഇനി ആ പൂ ഒന്ന് കയ്യിലെടുത്ത് പിടിച്ചു. ഇനി നമുക്ക് എല്ലാ തടസ്സങ്ങളും മാറുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഗണപതി ഭഗവാനെ പ്രാർത്ഥിക്കാം. എല്ലാവർക്കും ഗണപതി ഭഗവാനെ മനസ്സിലാക്കാം. ശോകവിനാശകാരണം നമാമി വിഘ്നേശ്വര പാദപങ്കജം. ഗണപതി ഭഗവാൻ സർവവിഘ്നങ്ങൾ തടസ്സങ്ങളെല്ലാം മാറ്റി അല്ലയോ ഗണപതി ഭഗവാനെ എന്നെ അനുഗ്രഹിക്കണമേ എന്ന് ഗണപതി ഭഗവാനോട് ദർശനം പ്രാർത്ഥിച്ചു. വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. പരീക്ഷയിലും പഠനത്തിലും ആ വിദ്യാദേവതയായ സരസ്വതിയിലേക്ക് അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഒരു 8 വിദ്യാഭോപാലം